ഇറാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ നാവിക ഉപരോധം അതിശക്തമായി തുടരുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണ തിങ്കളാഴ്ച അവസാനിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ വിശദീകരണം. ഹോർമുസ് പൂർണ്ണമായും തുറന്ന് ഗതാഗതം സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. ഇറാൻ വിന്യസിച്ച മൈനുകളെല്ലാം തന്നെ ഹോർമോസിൽ നിന്ന് മാറ്റിയതായും ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ലെന്നാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൃഷ്ണപ്രിയ, തീർച്ചയായും ഇറാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ തുടരുന്നില്ല എന്നൊരു നിലപാട് ട്രംപ് അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലമാണ് ഏറെ ഗൗരവമർഹിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ ധാരണ, 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണ തിങ്കളാഴ്ച അവസാനിച്ച ഒരു സാഹചര്യത്തിലാണ് തുടർ ചർച്ചകളുണ്ടോ എന്നൊരു ചോദ്യം കൃത്യമായി ഉയരുകയും അതിനെ മറുപടിയായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്ന് ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമ അറിയിപ്പിലൂടെ വളരെ കൃത്യമായി നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു നിർണായക പരാമർശം കൂടി, അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു വിശദീകരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി അത്തരത്തിലൊരു നിലപാട് അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലെ ഒരു ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി കാണിക്കുന്നത് ഹോർമൂസ് അമേരിക്കയുടെ ടെറിട്ടറിയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ മേഖലയിലാണ് ഹോർമൂസ്, അല്ലെങ്കിൽ അതിന്റെ അധികാര പരിധിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളാണ്. അത്തരത്തിലൊരു സൂചന നേരത്തെ തന്നെ ഹോർമൂസ് തങ്ങൾ പിടിച്ചടക്കുമെന്നും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുമെന്നും ഒക്കെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമല്ല എങ്കിൽ കൂടി അത്തരത്തിലൊരു നിലപാട് ട്രംപ് പരസ്യമായി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 2 ദിവസമായി അത്തരം ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസിലെ മൈനുകളെല്ലാം നീക്കം ചെയ്ത് സ്വതന്ത്ര ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ശക്തമായ ഒരു നീക്കം ഉടൻ ഉണ്ടായേക്കുമോ എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചർച്ചകൾ തുടരുന്നില്ല എന്ന് പറയുകയും സമാധാന ധാരണ, അല്ലെങ്കിൽ വെടിനിർത്തൽ, താൽക്കാലികമായ വെടിനിർത്തൽ ഇല്ലാതാകുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ തുടർ നടപടികളിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഹോർമൂസ് തങ്ങളുടെ അധികാര പരിധിയിലാണ് എന്ന് പറയുന്ന രീതിയിലുള്ള നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പല സംശയങ്ങളും ഉയരുന്നുണ്ട് എങ്കിൽ കൂടി മറ്റു വിശദീകരണങ്ങളൊന്നും തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യു എസ് മെഡിറ്ററേനിയനിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ മേഖലയിലുമുള്ള ശക്തമായ സൈനിക നാവിക വിന്യാസങ്ങൾ എന്നതും ബ്ലോക്കേഡ് ശക്തമായി, അതായത് ഇറാൻ പോർട്ടുകളിലേക്ക് കപ്പലുകൾ എത്തുന്നത് ശക്തമായി ഉപരോധിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുന്നത് പല സൂചനകളും നൽകുന്നുണ്ട്. കൃഷ്ണപ്രിയ. ഓക്കെ ഐസൺ.